ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് ഇവിടെ പ്രീസുമോൻ സാധാരണ രാവിലെ അവനത്ര ബ്രേക്ക്ഫാസ്റ്റ് അത്ര കഴിക്കാൻ ഇത്തിരി താമസമാണ്. ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ രാവിലെ കഴിച്ചോളും. അപ്പോൾ ഇത് കഴിച്ചിട്ട് മമ്മി ഇനിയുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന്. അപ്പോൾ പൂർണ്ണവും പറഞ്ഞു മമ്മി ഉണ്ടാക്കിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാക്കാൻ എന്താ. ഞാൻ പറഞ്ഞു ഇനി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന്. നിങ്ങളുണ്ടാക്കിയത് മക്കൾക്കൊക്കെ കൊടുക്കണേ. അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഞാൻ കടലേക്ക് ഉപ്പായതുകൊണ്ട് ഉപ്പായെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പലരും കൂടുതലും പേര് പറഞ്ഞത് ഉരുളൻകിഴങ്ങ് അരിഞ്ഞിടാൻ എന്താ. അന്നേരം ഉരുളൻകിഴങ്ങ് മസാല ആയതിനായിരുന്നില്ല. ശരിയായിരുന്നു, ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു താനും. അന്നേരം നമുക്കത്ര ഓർമ്മ വരത്തില്ലല്ലേ. പണ്ടൊക്കെ ഷൈനിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. നാട്ടിലൊക്കെ ആണെങ്കിൽ കരിക്കട്ട ഇടുമായിരുന്നു പണ്ട്. ഇപ്പോൾ കരിക്കട്ടയൊക്കെ എവിടെ ഈ നാട്ടിൽ കരിക്കട്ടയൊന്നും ഇപ്പോൾ കാണത്തില്ലായിരിക്കും. കരിക്കട്ട ഇടുമായിരുന്നു. പക്ഷേ പക്ഷേ അത് ഞാൻ ഒരു ടൊമാറ്റോയുടെ ഒക്കെ ഇട്ടപ്പോഴത്തേന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിൽ ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നല്ലോ, അത് ബാക്കി കുറച്ചുണ്ടായിരുന്നു. അതുകൂടി ഇട്ടങ്ങ് കലക്കിയത്. അപ്പോൾ കറക്റ്റായി കേട്ടോ. കൂടുതലും അത് ഒരു മസാല പരുവായായിരുന്നു. അങ്ങനെ അത് നമ്മൾ ചില സമയത്ത് നമുക്കെല്ലാം അറിയാം, പക്ഷേ ചില സമയത്ത് നമുക്ക് ഒന്നും അറിയത്തില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധാരണ അത് കണ്ടു നോക്ക് നിങ്ങൾ കേട്ടോ. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇനി എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ പറയാനുണ്ടോ എന്തോ. മറവി ഭയങ്കരമാന്നേ, എന്തോ ചെയ്യാനാ. അതുപോലെ ഓരോരുത്തരും പറയുന്ന റെസിപ്പി ഞാൻ ഉടനെ ഉണ്ടാക്കും. ആദ്യം പ്രിൻസിയ കുറേ നാളുകൊണ്ട് 3-4 പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. 3-4 പ്രാവശ്യം പിണങ്ങുകയും ചെയ്തു. 1-2 പ്രാവശ്യം പറഞ്ഞു. അപ്പം പ്രിൻസി പറഞ്ഞ് അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ. നെയ്യപ്പം എനിക്കും ഒന്നും ഉണ്ടാക്കണമെന്നുണ്ട്. നെയ്യപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം അമ്മക്കൊക്കെ കൊതി വരും. അപ്പം ഇന്ന് ഞാൻ ബെൻസിയെ വിളിച്ചോണ്ടേ ബെൻസി പറയാം, എന്നെ കൊച്ചുവളെന്നാണ് വിളിക്കുന്നത്. കൊച്ചുവളെ എനിക്കാണെങ്കിൽ അങ്ങ് ബോംബെയിലത്തെ സമോസയും വടാപ്പാവൊക്കെ തിന്നാനങ്ങ് കൊതിയാവുന്നു. അവിടെ വെച്ച് ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ പറയാം എനിക്ക് നേരെ തിരിച്ചാൽ നാട്ടിലത്തെ നെയ്യപ്പവും ബോണ്ടയും ഒക്കെ തിന്നാൻ എനിക്ക് കൊതിയാവുന്നു. എന്തോ ചെയ്യാനാടി. സത്യം പറയാൻ എനിക്ക് നാട്ടിലത്തെ ഫുഡുകൾ ഇവിടുത്തെ പോൾമോനാന്നേലും പിള്ളേർക്ക് രണ്ടിനും നാട്ടിലത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ചെയ്യാനാ. അവൾക്ക് ഇവിടുത്തെ അവൾ മിസ് ചെയ്യുന്നു, ഞാൻ അവിടുത്തെ. ഷൈനിയല്ല, ബിൻസി ആയിരുന്നു. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കസൂരി മേത്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലൊന്ന് ചേർക്കണേ. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് അത് ചേർത്തില്ല. എന്നിട്ട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് പനീർ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കകത്ത് പനീർ കത്തി റോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊരു 200 ഗ്രാം പനീറുണ്ടായിരുന്നു. അത് പീസാക്കി തന്നെ നമുക്ക് പാക്കറ്റ് കിട്ടിയതാണ്. ഞാൻ പീസാക്കിയതല്ല. അത് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഞാനതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പം രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേയും കൂടെ നല്ലതാണ്. ഞാനിവിടെ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ അകത്തെ ആ അരി ഞാനെടുത്താൽ കളഞ്ഞ്, കാബേജ് ആണേലും ഇത്രയും ഒരു പകുതി കാബേജ്, സവാള ഒരു 2 സവാള. എന്നിട്ട് ഇത് അരിയുന്നത് തണ്ടിങ്ങനെ നീളത്തിലാണ് ഞാനൊന്ന് അരിയുന്നത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ 2 എണ്ണം ഉണ്ടാക്കിയത്. ആ കണക്കിന് ഇത് കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ പനീറൊക്കെ ചേർക്കാം. പനീർ ഒത്തിരി ഫില്ലിങ് എൻ്റെ കയ്യിൽ പനീർ ഇതിലില്ലായിരുന്നു കേട്ടോ. കാരണം 10 റോള് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരെണ്ണത്തിൽ 2-3 പനീർ കുറേയും കൂടെ ഫില്ലിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേയും കൂടെ കൂടുതലായിട്ട് എടുക്കാമേ. ക്യാപ്സിക്കം എന്നാണ്ട് ഞാൻ ഇങ്ങനെ നീളത്തിലും ചരിച്ചും ഒക്കെ ഒത്തിരി പൊടിയായിട്ടല്ല, പക്ഷേ ഇത്തിരി നീളത്തിൽ
ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു. അപ്പം ക്യാരറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അരിയുമ്പോൾ എല്ലാം നീളത്തി അരിയാൻ നോക്കുക കേട്ടോ. അല്ലാതെ ചെറിയ ചെറിയ പീസാക്കി അരിയരുത്. അപ്പം സവാളയും ഞാൻ ദാണ്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നേ. കാബേജും ദാണ്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നേ. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ പനീർ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും ഓയിൽ ചേർത്തതേ. ഇതാദ്യം ഒത്തിരി നേരം ഇട്ടങ്ങ് ഇളക്കരുതേ, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ എണ്ണയുടെ ആ സൈഡിലോട്ട് എണ്ണ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കില്ല, അവിടോട്ട് ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചേ ഇടാവേ, അല്ലെങ്കിൽ ഇങ്ങനെ പാനിലൊട്ടി പിടിക്കും. അപ്പോൾ ഇത് 2-3 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഒത്തിരി അങ്ങ് വഴരണ്ട. നമ്മൾ ഈ ചൈനീസൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി പച്ചപ്പ് പോലെ കാണുമല്ലേ, ഇതിൻ്റെ ഒരു പച്ചപ്പ് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. നന്നായി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കണേ. ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുമ്പം തീ ഒന്ന് കൂട്ടി ഈ ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കണം. പിന്നെ അടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി തീ കുറച്ചിട്ടാൽ മതി. കുറച്ച് നേരം അടച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊക്കെ ഒന്ന് ഇളക്കി ഞാനപ്പോൾ ഒരു വെജിറ്റബിൾസൊക്കെ എടുത്ത് തിന്ന് നോക്കി. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്, വെജിറ്റബിൾസിന് ഉപ്പിട്ടില്ലായിരുന്നല്ലേ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പൂടൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ വീണ്ടും ഒന്ന് ഇച്ചിരി നേരം ഒന്ന് തീ കുറച്ചിങ്ങനെ അന്നേരം പച്ചപ്പ് ഇത്തിരി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ പനീറൊക്കെ ഒന്ന് എടുത്ത് നോക്കിയുണ്ടേ. പനീറൊക്കെ ഇത്തിരി വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇപ്പം ഞാനിവിടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണേൽ സിസ്വൻ ചട്നി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പിന്നെ മയോണൈസ് വേണേൽ അത് ചേർക്കാം. ഞാൻ മയോണൈസും ചേർത്തില്ല, ടൊമാറ്റോ സോസ് മാത്രം കുറച്ച് തേച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഈ ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കങ്ങനെ വലിയ പ്രാക്ടീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരിയൊക്കെ ഒന്ന് ഫ്ലോപ്പ് ആവുന്നുണ്ട്. എന്നിട്ട് ഈ ഫോയിൽ പേപ്പർ ഉണ്ടല്ലേ, അത് ഞാനൊന്ന് കീറിയിട്ട് അതൊന്ന് ഫോയിൽ പേപ്പർ ഈ പാക്കറ്റായിട്ടുള്ള ഫോയിൽ പേപ്പർ ഇവിടെ ചപ്പാത്തി റേച്ചാൻ കൊണ്ടുപോകാനുള്ളതായിരുന്നു. അത് ഞാനൊന്ന് കീറിയിട്ടിങ്ങനെ, എന്നിട്ടത് പൊതിയാൻ നേരം ആദ്യം എനിക്ക് പറ്റിയില്ല. ബട്ടർ പേപ്പറും ഉണ്ടായിരുന്നു, ബട്ടർ പേപ്പർ എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞാനത് വെച്ചുണ്ടേ അത് ഇളകി പോയി. പിന്നെ വീണ്ടും ആ ഫില്ലിങ് വെളിയിൽ പോകരുതല്ലോ, വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് മടക്കി ഇങ്ങനെയൊക്കെ എടുത്തു. അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇതുണ്ടാക്കി വെച്ചിട്ട് ഇവന്മാരെ രണ്ടിനെയും വിളിച്ചൊന്ന് കാണിച്ച്. അയ്യോ, ഇവിടെ എന്തോ തുള്ളിച്ചാട്ടമായിരുന്നെന്നറിയാമോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ പ്രൈസമ്മോന് ടിഫിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അവന് ഞാൻ ടിഫിന് വേറെ ബ്രെഡും ചീസും കൂടെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഞാൻ തോരൻ ഒരു ചീര വാങ്ങിച്ചായിരുന്നു, ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഈ ചീരയ്ക്കൊക്കെ വെളുത്തുള്ളി എത്രയും ചേർക്കുന്നു അത്രയും എൻ്റെ ഇതിൽ ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ച് 3-4 കട്ടിൻപാടി വെച്ചും ചതച്ചു. ബാക്കി ആ പ്ലേറ്റിൽ തന്നെ ഇട്ട് ഇടുക്കല്ലും കൊണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയും കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതായിട്ട് തോരൻ വെച്ചാൽ പ്രൈസമ്മൻ കഴിക്കത്തില്ല. ഒന്നീ അവന് പയറിൻ്റെ അകത്തോ അതിലോ ഇട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടുമെന്ന്. അപ്പം ഞാൻ അവന് വേണ്ടി ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നീ കറിക്കകത്തോ പരിപ്പിൻ്റെ അകത്തോ എങ്ങാണം ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞു. നേരത്തെയൊക്കെ പോളുമോൻ കഴിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ കഴിക്കും. എനിക്ക് പക്ഷേ ഈ ചീരത്തോരനും ഈ നമ്മുടെ ഉലുവായിലയൊക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് അതിനകത്തൊന്ന് തേങ്ങ ഇച്ചിരി ഇത്ര നേരം ഒന്ന് ഇതാക്കിയിട്ട് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീര ഇപ്പം കണ്ടോ ഇത്രയും ചീര ഉണ്ടോയെന്ന് ചിന്തിക്കും. ഇപ്പോൾ ഇതങ്ങ് താപ്പോട്ടങ്ങ് ഉപ്പും. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഇന്ന് റീച്ചാന് രാവിലെ അങ്ങ് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ പ്രീസമ്മോനെ വിടാനായിട്ട് ഞാനാണ് പോയത്. പിന്നെ പ്രീസമ്മോനെ വിടാൻ പോയിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല. പിന്നെ വന്ന് തോരനൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്ന പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് സാവകാശം ഇനി ചോറ് വെച്ചാൽ മതി. കാരണം ഈ അരി ഇത്തിരി വേവുള്ളതായതുകൊണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വരെ ഉള്ളത് നമ്മൾ കരുതിയിരിക്കും. അന്ന് തന്നെ ചുരുക്കം ചില ദിവസമേ അന്ന് രാവിലെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഒരാൾക്കങ്ങനെ മതിയല്ലോ ഉച്ചയ്ക്ക് ചോറ്, ബാക്കിയുള്ള ചപ്പാത്തിയല്ലേ കഴിക്കുന്നത്. അപ്പം ഞാൻ ചോറ് ഇനി കഞ്ഞിക്ക് വെള്ളം വെക്കണം എനിക്ക്. അപ്പോൾ ചീര ഞാൻ ഓഫാക്കിയിട്ടിട്ടാണ് പോയെന്ന് പറഞ്ഞില്ലേ വെച്ചിട്ട്, അതിപ്പോൾ ഞാൻ ഒന്നുകൂടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അന്നേരം സാധനം വാങ്ങിച്ചോണ്ടേ പഞ്ഞിപ്പുല്ല് വാങ്ങിച്ചായിരുന്നു, നമ്മുടെ റാഗി. അതൊന്ന് കഴുകിയിട്ട് ഞാനൊന്ന് വെള്ളം വാലാൻ അരിപ്പയിൽ വെച്ചതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ടേ. എന്നിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാനാണ് എനിക്ക്. പിന്നെ ഞാൻ നാളത്തേക്കിന് ഇന്നാളി ചെയ്തതുപോലെ 1/2 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് പച്ചരിയും പിന്നെ 1 ഗ്ലാസ് നമ്മുടെ ജവാർ അല്ലെങ്കിൽ മണിച്ചോളം. അപ്പം ഞാനിപ്പോൾ എപ്പോഴും അരി ഇങ്ങനെ കുറച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഉൾപ്പെടുത്തി. ഈ ജവാർ ഇവിടെയുള്ള ഈ മഹാരാഷ്ട്രിയൻസ് റൊട്ടി പോലെ ഉണ്ടാക്കുക. എന്നോടത് ആരോ ചോദിച്ചു, ചേച്ചി അതിൻ്റെ റൊട്ടി ഉണ്ടാക്കാൻ അറിയാമോന്ന്. ഞാനൊരു പ്രാവശ്യം പണ്ട് അതാ പറയുന്നത് വാങ്ങിച്ചപ്പോൾ ഞാൻ 5 കിലോ വാങ്ങിച്ച് പൊടിക്കുകയും ചെയ്ത്. അത് പൊടിച്ചിട്ട് റൊട്ടി ഉണ്ടാക്കാൻ എല്ലാവരും പറഞ്ഞ് ഹെൽത്തിന് നല്ലയാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും അതുണ്ടാക്കാൻ പോയി. അപ്പോൾ ഞങ്ങളുടെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഈ മൗസിമാരൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞാനത് റൊട്ടി ഉണ്ടാക്കാൻ നോക്കിയിട്ട് അതെൻ്റെ കൈ ഒട്ടിപ്പിടിക്കുന്ന അല്ലാതെ എനിക്കറിയത്തില്ല. പിന്നെ ഞാനത് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന അനുവല്ല, ഞങ്ങൾ മീരാ റോഡിൽ താമസിക്കുന്ന സമയത്ത് അവിടെ തൂത്ത് ഉടയ്ക്കാൻ വന്നുകൊണ്ടിരുന്ന ബായി എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു. അങ്ങനെ അവരത് കൊണ്ടുപോയി. അതുപോലെ എന്നോടൊരു പ്രിൻസിയാന്ന് തോന്നി ചോദിച്ചാൽ, ചേച്ചി ഈ മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് ഈ പാൻ്റെ അകത്ത് സ്മെല്ല് പോകാൻ എന്തോ ചെയ്യണമെന്ന്. ഞാനെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലിക്വിഡ് ഇട്ട് കഴുകത്തില്ല ഈ മീനൊക്കെ വറുത്തിട്ട്, ഒരു പ്രാവശ്യം കഴുകിയിട്ട് വീണ്ടും ഒന്നുകൂടെ ലിക്വിഡ് ഇട്ട് വീണ്ടും കഴുകും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്മെല്ല് വരത്തില്ല. പക്ഷേ എനിക്ക് പാത്രത്തിൽ മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്മെല്ല് വരും. പിന്നെ ആ പാനൊന്ന് ചൂടാകുമ്പം അതും ഇതുപോലെ ഞാൻ വീണ്ടും കഴുകും. ബൈ ചാൻസ് ചില സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ രാവിലത്തേക്കിനുള്ള ഇതെല്ലാം ഞാൻ ഇട്ടതിന് ശേഷം ഇച്ചിരി ഉലുവായൂടെ ഞാൻ അത് ഇടുന്നുണ്ട്. അതിന് ശേഷം ഒരു 2 ഗ്ലാസ് പച്ചരി ഞാനൊന്ന് പൊടിക്കാനായിട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു റെസിപ്പി ഉണ്ടാക്കാനാണ്. എന്നോട് കുറേ നാളുകൊണ്ട് പ്രിൻസി അച്ചപ്പം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി തയ്യാറിയായി. ഇന്നിപ്പോൾ കാണിക്കുന്നെങ്കിലും നാളെയൊന്നും അച്ചപ്പം കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് തൊട്ടേ ഓരോന്ന് ചെയ്യുക. ഞാനേ വെട്ടുന്നു ഇവേ ഞാൻ ആദ്യമായിട്ട് ചെയ്യുക വെള്ളത്തിട്ടൊന്ന് പൊടിക്കാൻ. ഇതൊരു 1-2 മണിക്കൂറൊന്ന് അല്ലെങ്കിൽ 1 മണിക്കൂറിലൊന്ന് വെള്ളത്തിട്ട് കുതുക്കട്ടെ. എന്നിട്ട് വെള്ളം നന്നായി വാന്നിട്ട് ഇച്ചിരി ഒന്ന് ബാൽക്കണി വെച്ചൊന്ന് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിക്കാം. പിന്നെ റാഗിയും വെള്ളം വാന്നിട്ട് ബാൽക്കണിയിലോട്ട് കൊണ്ടിടട്ടെ. പയർ വെള്ളത്തിൽ എടുത്തിട്ടിട്ടുണ്ട്. പയറൊന്ന് അരിഞ്ഞിട്ട് വെക്കാം സമയം കിട്ടുമ്പോഴേ. ഇന്ന് എനിക്കങ്ങനെ കുക്കിംഗ് അതില്ലായിരുന്നു. പരിപ്പ് രസം ഇരിപ്പുണ്ട്, കാബേജ് തോരൻ ഇരിപ്പുണ്ട്, ചീരത്തോരൻ വെച്ച്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടേ. കുറച്ച് നാളായി എൻ്റെ ഈ പരിഞ്ഞിലെടുത്ത് വെച്ചേക്കും. അതൊന്ന് തോരൻ വെക്കും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചോറ് ഇത്തിരി വെച്ച് വാർക്കാനുണ്ടെന്ന്. അപ്പോൾ ആ ചോറ് ഞാൻ വെച്ച് വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ പുതിയ അരി ഇപ്പം കഴുകി അടപ്പത്തിടുക. അപ്പോൾ എനിക്ക് ഇത്തിരി ജോലി കുറവായതുകൊണ്ട് കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാനൊന്ന് അരിഞ്ഞ് വെച്ചേക്കാമെന്ന് വെച്ച്. വെറുതെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്താലേ രാവിലത്തേക്കിന് വെക്കുന്ന എന്തിനാ. അതുകൊണ്ട് ഇപ്പം അങ്ങ് ഇത്തിരി കൂടുതൽ 2 പിടി പയറുകളുണ്ടായിരുന്നു, അത് ഞാൻ 2 ആക്കാതെ അങ്ങ്
ഒരുമിച്ചങ്ങ് വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാനൊരു തേങ്ങ പൊട്ടിക്കാൻ എടുത്തത്. അത് എടുത്തപ്പോഴേ അകത്ത് വെള്ളം കുലുക്കിയിട്ട് അങ്ങനെ അധികം ഇല്ല. പിന്നെ ഞാൻ ചിന്തിച്ച് എടുക്കണോ എടുക്കണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ ചിലർ പൊട്ടിച്ചിങ്ങനെ വലിയ പ്രാക്ടീസ് ആ മുറിക്കകത്തുനിന്ന് കുടിക്കുന്ന കാണാം. ഞാനും വലിയ പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷേ എനിക്കങ്ങോട്ട് പറ്റത്തില്ല. എനിക്കിങ്ങനെ പാത്രത്തിൽ ഒഴിച്ചല്ലാതെ കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പണ്ടുള്ളൊരു പറയില് ഇച്ചിരി എരിവെടുത്തതുപോലെ ഉള്ളായിരുന്നു വെള്ളം. അതുപോലെ ഇച്ചിണീ വെള്ളം ഉള്ളായിരുന്നു. പക്ഷേ നല്ല മധുരമുള്ള തേങ്ങാവെള്ളമായിരുന്നു. അപ്പം ഞാനതങ്ങ് ഈ മുറിക്കകത്തുനിന്ന് തേങ്ങാമുറിക്കകത്തുനിന്ന് വെച്ചങ്ങ് കുടിച്ചത്. പണ്ട് ഞങ്ങൾ ഇതിന് കിഴുത്തിയിട്ടിട്ട് ഉറിഞ്ച് കുടിക്കുമായിരുന്നു. ഒരു കണ്ണുവശം ഉണ്ടല്ലേ, അവിടെ കിഴുത്തിയിടുമ്പം അതങ്ങ് ഹോളാവുമായിരുന്നു. ഇതിവിടെ ആർക്കും ഇഷ്ടമല്ല ഈ പരിഞ്ഞിൽ. ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. വീട്ടിലാന്നേലും ബെൻസിയുടെ അവിടെ ആന്നേലും അവരൊക്കെ ഈ മീൻ നമ്മുടെ മത്തിക്കകത്തൊക്കെ നല്ല പരിഞ്ഞിലുണ്ടല്ലേ, മീൻ വെട്ടുമ്പം പരിഞ്ഞിൽ കാണുവാണെങ്കിൽ അവരെല്ലാം എന്നെ ഓർക്കും. ബെൻസിക്കും അത്ര താല്പര്യമില്ല, ജോസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിൻ്റെ അകത്ത് നല്ലൊരു സവാള, കുറച്ച് തേങ്ങ, പച്ചമുളക് കീറിയത്, ഞാൻ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈയും കൊണ്ട് നന്നായി ഒന്ന് ഞെവിടും. ആ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന്. ഇപ്പം എനിക്കിതുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കൂട്ടാനും എടുക്കത്തില്ല. എനിക്കിതിപ്പം നന്നായിട്ടുണ്ടല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. അപ്പം ഞാനിതൊന്ന് നന്നായി ഞെവിടി എടുക്കട്ടെ. ഇത് പരിഞ്ഞിൽ മാത്രമല്ല, ഇച്ചിരി മീൻ പീസൊക്കെ ഉണ്ട്. ഇച്ചിരി മോരും വെള്ളം ഉണ്ടാക്കും. ഇത് സാധാ ഉപ്പല്ല, റോക്ക് സോൾട്ടാണ്. ഒന്ന് രണ്ട് കറിവേപ്പില ഇതളേ ഉള്ളൂ. കൊച്ചുള്ളിയും കൂടെ ചതച്ചിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കൊച്ചുള്ളി ഒന്നും പൊളിക്കാനുള്ള പേഷ്യൻസ് ഇല്ലായിരുന്നു. അതിനും അപ്പോഴത്തേക്കിന് വന്നു. ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് എളുപ്പം പോകണ്ടേ, അതുകൊണ്ട് ഞാനങ്ങ് അകത്ത് പോയി. അവൾ തൂത്ത് തുടച്ചുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് അതിൻ്റെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇനി ഒന്ന് ഇളക്കുമ്പോഴത്തേന് ആ വെള്ളമൊക്കെ അങ്ങ് വറ്റും. ഇനിയിപ്പം ഞാനങ്ങ് തീ അങ്ങ് ഓഫാക്കുക. അപ്പം നമ്മുടെ അടിപൊളി സ്പെഷ്യൽ പരിഞ്ഞിന് തോരൻ റെഡിയായി. ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും എടുത്ത് ഇതും കൂട്ടാനും കൂട്ടിയാണ് കഴിച്ചത്. വേറെ ഒരു കറിയും എടുത്തില്ല, ചീരത്തോരനും എടുത്തില്ല. ഇതിപ്പോൾ രാത്രി എല്ലാവരുടെയും ഫുഡും എല്ലാം കഴിഞ്ഞ് എൻ്റെ പാത്രം കഴുകലും കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത്. അപ്പം നാളെ രാവിലത്തേക്കിന് എനിക്ക് ഇത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളം വാലാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചോപ്പറും വേണമായിരുന്നു, അതും എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം കഴുകി ഒതുക്കി. അപ്പോൾ രാവിലെ വന്ന് അത്രയും നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലേ, വെജിറ്റബിൾസ് അരിയാനും ചോപ്പർ കഴുകാനും അതിനൊന്നും പോകണ്ടല്ലേ. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഏതും കാണിച്ചേ കേട്ടോ. എന്നുമില്ല, ഇന്നിപ്പോൾ ഓർത്ത് അതുകൊണ്ട് ചെയ്തതാ. ഓർക്കുവാണെങ്കിൽ കഴിവതും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനിപ്പോൾ നിങ്ങൾ ചിന്തിക്കല്ലോ, ഇതിന് ഇത്രയും സമയം വേണമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. എനിക്കിങ്ങനെ ചെയ്ത് വെക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.